ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സൺബോസ് ഗ്രാനി സ്ക്വയറിൻ്റെ ട്യൂട്ടോറിയൽ നോക്കിയാലോ. വളരെ എളുപ്പമാണ്. തുടങ്ങാം. ആദ്യം തന്നെ ഒരു നോട്ടിട്ട് തുടങ്ങണം. എന്നിട്ട് 5 ചെയിൻ സ്റ്റിച്ച്. ഇനി ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. പിന്നീട് 3 ചെയിൻ സ്റ്റിച്ച്. ഇനി നടുവിലുള്ള പോർഷനിലേക്ക് 16 ഡബിൾ ക്രോഷേ ചെയ്യണം. ഡബിൾ ക്രോഷേ അറിയാത്തവർക്ക് ഒന്നുകൂടി സ്ലോ ആയിട്ട് കാണിക്കാം. പതിനാറാമത്തെ ഡബിൾ ക്രോഷയും ചെയ്തതിന് ശേഷം ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. പിന്നീട് കട്ട് ചെയ്ത് ഫാസ്റ്റൻ ചെയ്യുക. ഇനി യാണിൻ്റെ കളർ മാറ്റണം. ആദ്യം തന്നെ 2 നോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നീട് 3 ചെയിൻ സ്റ്റിച്ച്. ചെയിൻ സ്റ്റിച്ച് ചെയ്ത അതേ ഗ്യാപ്പിലേക്ക് യാണൊന്ന് കുരുക്കി ഗ്യാപ്പിലൂടെ ഉള്ളിലേക്കിട്ട് യാണൊന്നുകൂടെ കുരുക്കി വലിക്കണം. ഇതുപോലെ 3 തവണ ചെയ്യണം. 3 തവണ ചെയ്തതിന് ശേഷം യാണിനെ കുരുക്കി എല്ലാ ലൂപ്പുകളിലൂടെയും ഒന്ന് വലിക്കുക. പിന്നീട് ഒരു ചെയിൻ. ഇനിയുള്ള ഓരോ ഗ്യാപ്പുകളിലും ഇതുപോലെ തന്നെ 3 തവണ യാൺ കുരുക്കി ഉള്ളിലൂടെ പോയി ഒരു വട്ടം കൂടെ കുരുക്കി വെളിയിലോട്ട് വരണം. മൂന്ന് വട്ടമായി കഴിയുമ്പോൾ യാൺ ഒരു വട്ടം കൂടെ കുരുക്കി എല്ലാ ലൂപ്പുകളിലൂടെ ഒന്നുകൂടെ വലിച്ച് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. ഈ സ്റ്റെപ്പ് 16 ഗ്യാപ്പുകളിലും ചെയ്യുക. ഒടുവിൽ നമുക്കിതുപോലെ കിട്ടും. ടോട്ടൽ 16 പഫ് കിട്ടും. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആദ്യത്തെ പഫ് കഴിഞ്ഞ് ഈ ഒരു ഗ്യാപ്പിലേക്കാണ്. ഇനി യാൺ കട്ട് ചെയ്ത് ഫാസ്റ്റൺ ഓഫ് ചെയ്യുക. ഓരോ തവണ ഫാസ്റ്റൺ ഓഫ് ചെയ്തതിന് ശേഷവും എക്സ്ട്രാ വരുന്ന യാൺ എപ്പോഴും പിൻവശത്ത് ഇതുപോലെ ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി. യാൺ അഴിഞ്ഞു പോകാതെ ടൈറ്റായിട്ടിരിക്കാൻ ഇത് സഹായിക്കും. ഇനി യാണിൻ്റെ കളർ മാറ്റി 3 ചെയിൻ സ്റ്റിച്ച്. ഇതിന് ശേഷം 3 അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷേ കൊടുക്കണം. അതായത് 2 ലൂപ്പുകളിലൂടെ മാത്രമേ വലിക്കാൻ പാടുള്ളൂ ഡബിൾ ക്രോഷേ ചെയ്യുമ്പോൾ. വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യുന്നു, 2 ലൂപ്പുകളിലൂടെ വലിക്കുന്നു. വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യുന്നു, 2 ലൂപ്പുകളിലൂടെ മാത്രം വലിക്കുന്നു. ഒടുവിൽ 4 ലൂപ്പുകളിലൂടെ ഒന്നിച്ച് വലിച്ച് 2 ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. ഇനിയുള്ള 15 ഗ്യാപ്പുകളിൽ 4 അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷേ കൊടുക്കണം. എല്ലാ ഡബിൾ ക്രോഷയിലും 2 ലൂപ്പുകളിലൂടെ മാത്രം വലിക്കുക. നാലാമത്തെ അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒടുവിൽ ഈ കാണുന്ന എല്ലാ ലൂപ്പുകളിലൂടെയും യാൺ ഓവർ ചെയ്ത് വലിക്കുന്നു. വീണ്ടും 2 ചെയിൻ സ്റ്റിച്ച്. ഇത് എല്ലാ ഗ്യാപ്പുകളിലും തുടരുക. ഇങ്ങനെ നമുക്ക് 16 പോർഷൻസ് കിട്ടും. പിന്നീട് ആദ്യത്തെ 2 ചെയിൻ സ്റ്റിച്ച് ഗ്യാപ്പിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. കട്ട് ചെയ്ത് ഫാസ്റ്റൺ ഓഫ് ചെയ്തു. ഇനി യാണിൻ്റെ കളർ ചേഞ്ച് ചെയ്തു. നമ്മുടെ ഗ്രാനി സ്ക്വയറിൻ്റെ ആദ്യത്തെ കോർണറാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ 4 ചെയിൻ സ്റ്റിച്ച്. അതേ ഗ്യാപ്പിലേക്ക് 2 ട്രിപ്പിൾ ക്രോഷേ. ഇനി 2 ചെയിൻ സ്റ്റിച്ച്. വീണ്ടും അതേ ഗ്യാപ്പിലേക്ക് 3 ട്രിപ്പിൾ ക്രോഷേ കൂടെ ചെയ്യണം. നമ്മുടെ ആദ്യത്തെ കോർണറിനാണ് ഇത് 2 ചെയ്യുന്നത്. ഇനി തൊട്ടടുത്തുള്ള ഈ ഗ്യാപ്പിലേക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യണം. അടുത്ത ഗ്യാപ്പിലേക്ക് 3 ഹാഫ് ഡബിൾ ക്രോഷേ.
ഇനി തൊട്ടടുത്തുള്ള ഗ്യാപ്പിലേക്ക് വീണ്ടും 3 ഡബിൾ ക്രോഷേ. നമ്മുടെ ഗ്രാനി സ്ക്വയറിൻ്റെ അടുത്ത കോർണർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ഗ്യാപ്പിൽ നമ്മൾ വീണ്ടും 3 ട്രിപ്പിൾ ക്രോഷേ, 2 ചെയിൻ, 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യണം. നമ്മുടെ ഗ്രാനി സ്ക്വയറിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. ഇനിയുള്ള ഭാഗങ്ങളിലും ഇതേ സ്റ്റെപ്പ് തുടരുക. കോർണറിലുള്ള ട്രിപ്പിൾ ക്രോഷയുടെ സെറ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷേ, പിന്നീട് 3 ഹാഫ് ഡബിൾ ക്രോഷേ, 3 ഡബിൾ ക്രോഷേ, വീണ്ടും കോർണറിലെ 3 ട്രിപ്പിൾ ക്രോഷേ സെറ്റ്. ഇപ്പോൾ ഞാൻ 4 സൈഡ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഡബിൾ ക്രോഷയും കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് ഫാസ്റ്റൺ ഓഫ് ചെയ്യുക. ബാക്കി വരുന്ന യാൺ പിന്നിലോട്ട് ഹൈഡ് ചെയ്ത് വെക്കാൻ മറക്കരുതേ. ഇത്രയേ ഉള്ളൂ സൺബേഴ്സ്റ്റ് ഗ്രാനി സ്ക്വയർ. എളുപ്പമായിട്ട് ആർക്കും ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒന്നാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. കൂടുതൽ ടിപ്സിനും ട്യൂട്ടോറിയലിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. The Wow Mom. Let the super mom inside you fly high.